ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വാനില കേക്കിൻ്റെ വീഡിയോയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ടയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറമാകുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്യണം. ആദ്യം ബീറ്ററിൻ്റെ ലോ സ്പീഡിലിടുക, പിന്നെ സ്പീഡ് കൂട്ടി വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ ബാറ്റർ നല്ലൊരു വൈറ്റ് കളറിലേക്ക് ആകുമ്പോഴേക്കും ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റായി പോകരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബാറ്ററിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സമയമെടുത്ത് പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്താൽ ബാറ്റർ താഴ്ന്നു പോകും, പിന്നെ കേക്ക് ശരിയാകത്തില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ഓരോ തവണ മൈദ മിക്സ് ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഓരോ ടേബിൾ സ്പൂൺ പാല് വീതം ഒഴിച്ചു കൊടുക്കണം. പാലിന് തണുപ്പുണ്ടാവാൻ പാടില്ല, റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലായിരിക്കണം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം. അതിനനുസരിച്ചിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. എനിക്കിവിടെ 4 ടേബിൾ സ്പൂണാണ് ആവശ്യമായിട്ട് വന്നത്. ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 8 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ ട്രേയിൽ ബേക്ക് ചെയ്തെടുക്കാം. എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളയണം. അതിനുശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വയ്ക്കാം. കേക്കൊക്കെ തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് അത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വെറ്റ് ചെയ്യാനായിട്ട് 1 ഗ്ലാസ് പാലിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത മിശ്രിതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് കേക്ക് നന്നായി ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം കൊടുത്തൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് വാനില കേക്ക് ആയതുകൊണ്ട് മിൽക്ക് മെയ്ഡാണ് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. അല്പം മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 ലെയറും ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ ലെയർ വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സിറപ്പ് എത്താൻ ശ്രദ്ധിക്കണം. ഇനി കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരല്പം ക്രീം കൊണ്ട് കേക്ക് നന്നായി ഒന്ന് ക്രം കോട്ട് ചെയ്യാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ഒരു അരമണിക്കൂർ സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ കേക്ക് ഫൈനലൈസിങ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇഷ്ടമുള്ള രീതിയിൽ ഫൈനലൈസിങ് ചെയ്തെടുക്കാം.
ഒരു ഓയിൽ ബ്രഷ് കൊണ്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻ്റെ കയ്യിൽ അല്പം ബട്ടർ സ്കോച്ച് സോസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. സോസൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊരു ഡിസൈൻ പോലെ കൊടുക്കാൻ നോക്കി, പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. പിന്നെ അതെല്ലാം ഒന്ന് മാറ്റാനായിട്ട് ഓയിൽ ബ്രഷ് കൊണ്ട് മുകളിൽ കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് കേക്കിൻ്റെ മുകളിലും താഴെയുമായിട്ട് ഫ്ലവർ നോസിൽ കൊണ്ട് ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഫൈനൽ ലുക്ക് കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.